രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ തള്ളി യുവതി. രാഹുലുമായി പരിചയപ്പെടുന്നത് വിവാഹം ഒഴിഞ്ഞ് 5 മാസത്തിന് ശേഷം. രാഹുലിനെ പിന്തുണയ്ക്കുന്ന വീക്ഷണം പ്രസംഗം തള്ളി വി.ഡി. സതീശൻ. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും. കർണാടകയിൽ മഞ്ഞുരുകുന്നു. ഹൈക്കമാൻഡ് എന്തു പറഞ്ഞാലും അനുസരിക്കുമെന്ന് സിദ്ധരാമയ്യയും ഡി.കെ. ശിവകുമാറും. വരുന്ന തെരഞ്ഞെടുപ്പിലും ഒരുമിച്ച് തന്നെയെന്ന് നേതാക്കൾ. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റ്. മരണം 100 കടന്നു. 2 ലക്ഷത്തോളം പേർ ദുരിതത്തിൽ. 60ഓളം മലയാളികൾ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. കാറ്റ് ഇന്ത്യൻ തീരത്തേക്ക്. തമിഴ്നാട്ടിൽ തീരദേശ ജില്ലകളിൽ റെഡ് അലർട്ട്. ഒതായി മനാഫ് വധക്കേസിൽ 1-ാം പ്രതി മാലങ്ങാടൻ ഷെഫീഖിന് ജീവപര്യന്തം തടവ്. 1 ലക്ഷം രൂപ പിഴ 2-ാം സാക്ഷി ഫാത്തിമയ്ക്ക് നൽകണം. ശിക്ഷ വിധിച്ചത് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. മുനമ്പം സമരം നാളെ അവസാനിപ്പിക്കുന്നതിൽ സമരസമിതിയിൽ ഭിന്നത. പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്ത്. പുതിയ പന്തൽ കെട്ടി സമരം തുടങ്ങുമെന്ന് പ്രഖ്യാപനം. എരുമേലിയിൽ ബാബുര ക്ഷേത്രം നിർമ്മിക്കാനുള്ള നീക്കം തടഞ്ഞ് പഞ്ചായത്ത്. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള അപേക്ഷ എരുമേലി പഞ്ചായത്ത് തള്ളി. LDF-നെ പിന്തുണച്ച് UDF. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വൻ തീപിടുത്തം. പുതിയ ബ്ലോക്കിലെ AC പ്ലാന്റ് കത്തി നശിച്ചു. തീ അണച്ചത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനു ശേഷം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയ ആരോപണങ്ങൾ തള്ളി. യുവതിയുടെ മൊഴി. 2024 ഓഗസ്റ്റ് 22-ന് വിവാഹിതയായ യുവതി 4 ദിവസം മാത്രമാണ് ഭർത്താവുമായി ഒരുമിച്ച് ജീവിച്ചത്. 1 മാസത്തിനുള്ളിൽ ബന്ധം ഒഴിഞ്ഞു. പിന്നീട് 5 മാസത്തിന് ശേഷമാണ് രാഹുലുമായി പരിചയപ്പെടുന്നത് എന്നും യുവതി മൊഴി നൽകി. ഭർത്താവുള്ളപ്പോൾ രാഹുലുമായി ബന്ധം എന്നായിരുന്നു ആരോപണം. അതേസമയം യുവതിയുമായുള്ള ശബ്ദരേഖ തന്റേത് എന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. യുവതി വിവാഹിതയായിരുന്നു എന്ന് അറിയാമായിരുന്നു. തുടർന്ന് യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. യുവതി ഗർഭഛിദ്രത്തിന് വിധേയയായി എന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. യുവതിയുടെ ബലാത്സംഗ പരാതിയിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബുധനാഴ്ച പരിഗണിക്കും. രാഹുൽ പാലക്കാട്ടെ രഹസ്യകേന്ദ്രത്തിലേക്ക് മാറി എന്നാണ് സൂചന. ഇന്നലെ ഇടയ്ക്ക് മൊബൈൽ ഫോൺ ഓൺ ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യ ഹർജി നൽകാൻ ഫോണിലൂടെ അഭിഭാഷകനുമായി സംസാരിച്ചുവെന്നാണ് സൂചന. പാലക്കാട് ജില്ല വിട്ടാൽ അത് മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന് രാഹുലിന് നിയമോപദേശം ലഭിച്ചു. MLA-യുടെ ഔദ്യോഗിക വാഹനം താമസിക്കുന്ന ഫ്ളാറ്റിലാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ച് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിന്റെ മുഖപ്രസംഗം. ചെറുപ്പക്കാർ വളരുന്നതിൽ CPIM-ന് ഭീതി എന്നും ചവിട്ടിയരച്ച് കുലമൊടുക്കാൻ ആണ് ലക്ഷ്യം എന്നുമാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. CPIM ഗൂഢാലോചനയിലെ അവസാനത്തെ കണ്ണിയാണ് രാഹുൽ എന്നും പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുമാണ് തലക്കെട്ട്. പിന്നാലെ മുഖപ്രസംഗം തള്ളി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തി. രാഹുലിന് അനുകൂലമായ മുഖപ്രസംഗം എഴുതിയവരോട് ചോദിക്കണമെന്നായിരുന്നു പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പാർട്ടി നടപടി കൂട്ടായ തീരുമാനമാണ് എന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. മുഖപ്രസംഗത്തിന്റെ അകത്ത് പറയുന്നത് ഇത് CPM-ന്റെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ്. അവരോട് ചോദിച്ചോ, എനിക്കറിയില്ല. എല്ലാവരും കൂടിയ കെ. സുധാകരൻ പറയുന്നത് അദ്ദേഹം ഇത് അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. വേറെ വല്ലതും ഉണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിലിന് തെറ്റുപറ്റി എന്നത് ശരിയാണ് എന്ന് കെ. സുധാകരൻ MP. രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ട എന്നാണ് പറഞ്ഞത്. ഇതുപോലെ എത്രയോ ആളുകൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നും കെ. സുധാകരൻ ചോദിച്ചു.